نور على نور ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് റമളാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഹ്ലൻ റമളാൻ, റമളാനിന് സ്വാഗതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സദസ്സിൽ. നമുക്കറിയുന്നത് പോലെ തന്നെ പരിശുദ്ധ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന ഒരു മഹത്തായ അനുഗ്രഹമാണ് റമളാൻ എന്നുള്ളത്. കാരണം പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധ റമളാൻ ഒരാളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസങ്ങളിൽ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു ഹദീസ് മാത്രം മതി റമളാനിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സഹാബാക്കളെ സംബന്ധിച്ച് പറഞ്ഞു. രണ്ട് കൂട്ടുകാരാണ്. ആ രണ്ടുപേരുടെ പ്രത്യേകത, ജാഹിലിയത്തിലും ഇസ്ലാമിലും രണ്ടുപേരും ഒന്നിച്ചായിരുന്നു. അങ്ങനെ ആ രണ്ടുപേരിൽ ഒരാൾ ഒരു യുദ്ധത്തിൽ ഷഹീദായി. ഒരു യുദ്ധത്തിൽ ഷഹീദാകുന്ന മനുഷ്യന്റെ കൂലി നമുക്കറിയുന്നതാണ്. ആ മനുഷ്യന്റെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീഴുന്നതോടുകൂടി അവന്റെ സകല പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. പിന്നെ ഭൂമിയിലേക്ക് ഉറ്റിവീഴുന്ന ഓരോ രക്തത്തുള്ളികൾക്കും അനുസരിച്ച് അള്ളാഹു അവന്റെ ദറജ ഉയർത്തി കൊടുക്കും സ്വർഗത്തിൽ. അത്രയും പുണ്യമുള്ള കാര്യമാണ് അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദാകുക എന്നുള്ളത്. അങ്ങനെ ആ കൂട്ടത്തിൽ ഒരു സഹോദരൻ, ഒരു കൂട്ടുകാരൻ ഷഹീദായി, യുദ്ധത്തിൽ ഷഹീദായി. ആ കൂട്ടുകാരൻ ഷഹീദായതിന് കറക്റ്റ് ഒരു വർഷത്തിന് ശേഷം മറ്റേ കൂട്ടുകാരൻ മരണപ്പെട്ടു. സാധാരണ നിലക്ക് വീട്ടിൽ കടന്ന് മരണപ്പെട്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഈ രണ്ടുപേരെ സംബന്ധിച്ച് ഈ ഷഹീദായ മനുഷ്യനേക്കാൾ ഒരു ദറജ കൂടുതലാണ് മറ്റേയാള് സ്വർഗത്തിൽ. രണ്ടുപേരും സ്വർഗത്തിലാണ്. ഈ യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യനേക്കാൾ ഒരു പിടി ദറജ ഏറെ കൂടുതലാണ് രണ്ടാമത് മരണപ്പെട്ട, സാധാരണ നിലക്ക് മരണപ്പെട്ട ആ മനുഷ്യന്റെ ദറജ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബാക്കൾക്ക് അത്ഭുതം തോന്നി. ഒരാൾ യുദ്ധത്തിൽ ഷഹീദായതാണ്, മറ്റൊരാൾ സാധാരണ വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ട ആളാണ്. അതിന് കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, രണ്ടാമത് മരണപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു റമളാൻ കൂടുതൽ കിട്ടി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു റമളാൻ കൂടുതൽ കിട്ടി. ആ ഒറ്റ റമളാൻ കാരണം സ്വർഗത്തിൽ ഒരു ദറജ ഷഹീദിനേക്കാൾ കൂടുതൽ രണ്ടാമത് മരണപ്പെട്ട വ്യക്തിക്ക് ലഭിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒറ്റ ഹദീസ് മാത്രം മതി നമ്മൾ പരിശുദ്ധ റമളാനിന്റെ മഹത്വത്തെ തിരിച്ചറിയാൻ. പരിശുദ്ധ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഓഫറുകൾ തിരിച്ചറിയാൻ ഈ ഒറ്റൊരു ഹദീസ് മാത്രം മതിയാകുന്നതാണ്. അങ്ങനെയുള്ള ദിവസമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി. നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം റമളാനിലെ നോമ്പുതുറയിലും ഖിയാമുൽ ലൈലുകളിലും മറ്റ് നന്മകളിലും സജീവമായി പങ്കെടുത്ത പലരും ഇന്ന് ബർസഖിലാണ്, റബ്ബിന്റെ അടുക്കലാണ്, 6 അടി മണ്ണിലാണ്, ഖബറിലാണ്, ഒറ്റപ്പെട്ട ജീവിതത്തിലാണ്. എന്താണോ കഴിഞ്ഞ വർഷത്തെ റമളാനിൽ അവർ നേടിയത് നന്മയാണെങ്കിൽ അതിന് ആസ്വദിക്കുകയാണ്. അതല്ല ആ റമളാൻ നഷ്ടപ്പെടുത്തിയവരാണെങ്കിൽ തീർത്തും ഖേദത്തിലും സങ്കടത്തിലുമായിരിക്കും. അല്ലാഹു കാക്കട്ടെ. അപ്പം നമ്മുടെ കൂടെ കഴിഞ്ഞ റമളാൻ ഉണ്ടായ പലരും ഇന്നില്ല.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. അള്ളാഹു റമദാൻ നമ്മൾ എല്ലാവരും എത്തിക്കട്ടെ, പൂർണ്ണ ആഫിയത്തോടെയും ആരോഗ്യത്തോടെയും. അപ്പൊ അത്തരത്തിലൊരു റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ തീർച്ചയായും റബ്ബിൽ സ്തുതിക്കുന്നവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. കാരണം ഇതൊന്നും നമ്മുടെ മേന്മ കൊണ്ടോ നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ അല്ല നമ്മുടെ ജീവിതത്തിലേക്ക് റമദാൻ വന്നത്. മറിച്ച് അള്ളാഹു തെരഞ്ഞെടുക്കുന്ന, സെലക്ഷനൊക്കെ എടുക്കുന്ന പ്രത്യേകമായ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് അള്ളാഹു നൽകുന്ന അവസരം മാത്രമാണ് പരിശുദ്ധ റമദാൻ. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, നമ്മൾ തിരിച്ചറിയണം. കാരണം ഏത് സമയത്തും നമ്മൾ മരണപ്പെടാം, ആർക്കും ഒരു ഉറപ്പുമില്ല. റമദാൻ മുഴുവനും ജീവിക്കുമെന്ന് ആർക്കും ഉറപ്പുണ്ടോ? ഇല്ല. അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും നമുക്ക് ആർക്കും അറിയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. മനുഷ്യൻ ഒരിക്കലും അറിയാത്ത 5 കാര്യങ്ങൾ. ആ മനുഷ്യൻ എവിടെ വെച്ച് എപ്പോ എങ്ങനെ മരണപ്പെടും ആർക്കും പറയാൻ സാധ്യമല്ല. ഒരാള് 23 25 വർഷം ഗൾഫിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കും വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് വീട് വെച്ചു. 23 വർഷത്തിന് ശേഷം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുന്ന മനുഷ്യൻ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്. 23 വർഷത്തെ അധ്വാനമാണ്. ഞാൻ സ്വന്തമായി എടുത്ത എൻ്റെ വിയർപ്പിൽ കെട്ടിപ്പടുത്തുയർത്ത എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ മക്കള്, ഇവരെയൊക്കെ കാണാനും താലോലിക്കാനും, അതേപോലെ ഒരുപാട് പ്രതീക്ഷകളുമായി നാട്ടിലേക്ക് തിരിച്ച മനുഷ്യൻ ആ വീട്ടിലേക്ക് ജീവനോടെ കയറുന്നതിന് പകരം ഫ്ലൈറ്റ് ഇറങ്ങി അവന്റെ മയ്യത്തിനെയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപാട് സന്ദർഭങ്ങളും ചരിത്രങ്ങളും നമ്മൾ കേട്ടതും കണ്ടതുമാണ്. എൻ്റെ വീട് കൂടലാണ്, എൻ്റെ മകളുടെ കല്യാണമാണ്, അതല്ലെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിച്ചതാണ് എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂല. മരണത്തിന്റെ സമയമായാൽ ഇന്ന അജറല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ, മരണത്തിന്റെ സമയമായാൽ നമ്മൾ പോയേ മതിയാകൂ, അതൊരിക്കലും പിന്തിപ്പിക്കൂല. ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്. ഒരു റമദാന്റെ ഒരു ദിവസം മുമ്പല്ലേ റമദാൻ ഒന്ന് ആഘോഷിച്ചോട്ടെ, അല്ലെങ്കിൽ റമദാൻ ഉപയോഗപ്പെടുത്തിക്കോട്ടെ എന്ന് ചിന്തിക്കൂല. മലക്കുൽ മൗത്തിന് സമയമായാൽ മലക്കുൽ മൗത്ത് വരും, റൂഹിനെ പിടിക്കും, തിരിച്ചു പോകും. ഇതാണ് മനുഷ്യന്റെ ആയുസ്, മനുഷ്യന്റെ ജീവിതവും. എപ്പോഴും എവിടെ വെച്ചും എങ്ങനെ സംഭവിക്കാം. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഐനമാ തകൂനു, നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ എങ്ങനെയാണെങ്കിലും, പൂർണ്ണ ആരോഗ്യത്തോടെ എല്ലാ ഡോക്ടർമാരുടെയും എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്, റബ്ബ് കണക്കാക്കിയ, റബ്ബ് നിശ്ചയിച്ച സമയമാകുമ്പോൾ മലക്കുൽ മൗത്ത് വരും, നിങ്ങൾ റൂഹിനെ പിടിക്കും, തിരിച്ചു പോകും. അതിനെ തടയാൻ ആരെ കൊണ്ടും സാധിക്കൂല. അതൊരു യാഥാർത്ഥ്യമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരിക്കുന്നതാണ്. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും മരണപ്പെടുന്നതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുവിന്റെ വജ്ഹല്ലാത്ത മറ്റെല്ലാം നശിക്കുന്നതാണ്. അത് മനുഷ്യനായാലും മറ്റുള്ള മനുഷ്യ നിർമ്മിതികളായാലും ഭൂമി ലോകത്തുള്ള സകലതും ഒരു ദിവസം നശിക്കുന്നതാണ്. ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി ആ മനുഷ്യന്റെ ഖിയാമത്ത് ബർസഖ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാനിന്റെ ദിനരാത്രങ്ങൾ അള്ളാഹു മനുഷ്യന് നൽകുന്ന ഓഫറുകളാണ്, മനുഷ്യന് നൽകുന്ന അവസരങ്ങളാണ്. ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. റമദാനിന് മുമ്പേ ഇങ്ങനെ ഒരു പറയാൻ കാരണം, സൂചിപ്പിക്കാൻ കാരണം, കഴിഞ്ഞ റമദാൻ വിട പറയുന്ന സമയം നമ്മളിൽ പലരും ഒരുപാട് തീരുമാനങ്ങൾ എടുത്തവരാണ്, ഒരുപാട് ദൃഢനിശ്ചയങ്ങൾ എടുത്തവരാണ്. ഈ റമദാൻ കഴിഞ്ഞു പോട്ടെ, അടുത്ത റമദാനിൽ ഒരുപാട് തവണ പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കണം, നമ്മൾ പലരും നിയത്ത് ചെയ്തവരാണ്. അതേപോലെ അടുത്ത റമദാനിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കണം, നമ്മളിൽ പലരും തീരുമാനമെടുത്തതാണ്. അടുത്ത റമദാനിൽ എല്ലാ ദിവസവും ചെറിയ സംഖ്യയാണെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യണം, നമ്മളിൽ പലരും തീരുമാനമെടുത്തതാണ്. കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെടുത്തിയ സമയങ്ങൾ ഒരിക്കലും പിന്നെ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരൂല. അതുകൊണ്ട് വരാനിരിക്കുന്ന റമദാനിന് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തും എന്ന് കഴിഞ്ഞ റമദാനിൽ ദൃഢനിശ്ചയം ചെയ്ത തീരുമാനിച്ച നമ്മൾ
പ്രിയമുള്ളവരെ, ആ റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പോയതുപോലെ തന്നെ നമ്മുടെ ഈ റമദാനും നമ്മളിൽ നിന്ന് തീരും, വിട പറയും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. റമദാൻ വിട പറയുമ്പോൾ സങ്കടപ്പെട്ട് ഖേദിച്ചുകൊണ്ട് നമ്മൾ പറയും, റബ്ബേ, ഒരു റമദാൻ കൂടി ജീവിതത്തിൽ തന്നിരുന്നെങ്കിൽ എന്തെങ്കിലും അമലുകളൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടാമായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയം വരാനുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാൻ വരുന്നതിന് മുമ്പ് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം, മാനസികമായി ഒരുങ്ങണം, ശാരീരികമായി ഒരുങ്ങണം, തയ്യാറാകണം. ആ റമദാനിൽ അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ട് നമ്മൾ ആ റമദാന് വിട പറയൂ എന്ന തീരുമാനമെടുക്കണം നമ്മൾ റമദാനിന് മുമ്പായി തന്നെ. അതിന് ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചത്, അല്ലാഹു നിങ്ങൾക്ക് റമദാനിലെ നോമ്പിനെ നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയാണ്. റമദാൻ നമുക്ക് അവസരമാണ്, തഖ്വ നേടിയെടുക്കാനുള്ള അവസരമാണ്, ചാൻസാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല റമളാൻ, അല്ലെങ്കിൽ ഇദാ ജാഅ റമളാൻ, റമളാൻ മാസം വന്നെത്തിയാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും. വസുവിദതിശ് ശയാതീൻ, മനുഷ്യനെ പിഴപ്പിച്ച് കളയുന്ന പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലയിട്ട് ബന്ധിക്കും. പൂർണ്ണ സ്വാതന്ത്ര്യമായിരിക്കും മനുഷ്യർ, എല്ലാ നന്മകളിലും മുന്നേറാനുള്ള അവസരമായിരിക്കും. റമദാനിൽ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ നന്മ ചെയ്യാനുള്ള മാനസികാവസ്ഥയും സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് എളുപ്പമാക്കി കൊടുക്കും. അതിനുള്ള അവസരമാണ് പരിശുദ്ധ റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമദാനിന്റെ ഓരോ രാത്രികൾ പകലാകുന്ന സമയം ഒരു മലക്ക് വിളിച്ചു പറയും, യാ ബാഗിൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അദ്ബിർ. നന്മ ആഗ്രഹിക്കുന്നവർ റമദാനിലേക്ക് മുന്നോട്ട് വരണം, അത് അവർക്കുള്ള മാസമാണ്. നന്മകൾ ചെയ്യാൻ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ, തിലാവത്തുൽ ഖുർആൻ, സദഖകൾ, അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതൊക്കെ അധികരിപ്പിക്കാനുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ. അവർക്കുള്ള മാസമാണ്. നന്മ ഉദ്ദേശിക്കുന്നവർക്ക്. തിന്മ ഉദ്ദേശിക്കുന്നവർ ആ റമദാനിന്റെ ഭാഗത്തേക്ക് വരണ്ട, അവർ മാറിപ്പോകണം, തിരിഞ്ഞു പോകണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹു മനുഷ്യന് നോമ്പ് നിർബന്ധമാക്കിയത് തഖ്വ നേടിയെടുക്കാനാണ്. കാരണം ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ തഖ്വ നേടിയെടുക്കാനുള്ള അവസരമാണ്. എന്താണ് പ്രിയമുള്ളവരെ തഖ്വ എന്ന് പറഞ്ഞാൽ? എന്താണ് തഖ്വ? ചുരുങ്ങിയ ഭാഷയിൽ തഖ്വ എന്ന് പറയുന്നത് അൻത ജഅല ബൈനക വബൈന അദാബില്ലാഹി അൽവിഖായ, നിന്റെയും നിന്റെ റബ്ബിന്റെ ശിക്ഷയുടെയും ഇടയിൽ നീ ഒരു മറ സ്വീകരിക്കലാണ്. അതാണ് തഖ്വ എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്. തഖ്വ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ധാരണ നീളക്കുപ്പായും പച്ച സാളും വലിയ തലയെക്കെട്ടും താടിയും മോതിരവും ദസ്ബിമാലയൊക്കെ പിടിച്ച് നടക്കുന്ന ആൾക്കാർ, അവര് മാത്രം മുത്തഖികൾ, അവര് മാത്രമാണ് ഔലിയാക്കൾ. ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ പണ്ടേ ഉള്ളൊരു സംഭവമാണ്. അതൊന്നുമല്ല. തഖ്വ എന്ന് പറഞ്ഞാൽ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുക. എൻ്റെ റബ്ബ് എൻ്റെ രഹസ്യ ജീവിതത്തിൽ എന്നെ കാണുന്നു, എൻ്റെ പരസ്യ ജീവിതത്തിൽ എന്നെ കാണുന്നത് പോലെ. എൻ്റെ റബ്ബ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിങ്ങളുടെ റബ്ബ് നിങ്ങൾ ഓരോ സമയത്തും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ രഹസ്യ ജീവിതത്തിൽ, നിന്റെ പരസ്യ ജീവിതത്തിൽ, ആരും കാണാതെ നീ ഒറ്റക്ക് റൂമിലിരിക്കുന്ന സമയം, ആരും കാണാതെ നിന്റെ യഥേഷ്ടം വിഹരിക്കുന്ന നിന്റെ സ്വതന്ത്രമായി നിന്റെ മാത്രം സ്ഥലങ്ങളിൽ റബ്ബ് നിന്നെ കാണുന്നുണ്ട്, നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്. നീ ചെയ്യുന്ന അമലുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ അക്ഷരങ്ങളും മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നും വിട്ടേച്ചു പോകുന്നില്ല. അതെത്ര ചെറുതായാലും എത്ര വലുതായാലും. അങ്ങനെ നിന്റെ റബ്ബ് നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ബോധത്തോടു കൂടി ജീവിക്കുക. അതാണ് തഖ്വ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് സഹാബാക്കൾ ചോദിച്ചു, എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? എല്ലാത്തിന്റെയും അടിസ്ഥാനം തഖ്വയാണ്. എല്ലാത്തിന്റെയും അടിസ്ഥാനം തഖ്വയാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, സ്വർഗ്ഗത്തിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, അല്ലാഹനെ പേടിക്കുന്നവർ. അതേപോലെ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങൾക്കും
അള്ളാഹു അവർക്കൊരു എളുപ്പ വഴി കാണിച്ചു കൊടുക്കും. അവിടെയും അള്ളാഹു പറയുന്നത് മുത്തഖീങ്ങൾ, തഖ്വയുള്ളവർ. എന്താണ് ഈ തഖ്വ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ എളുപ്പത്തിൽ തഖ്വയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു. തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന 24 മണിക്കൂറും പള്ളിയിൽ നിന്ന് തസ്ബീഹ് അല്ലല്ല, 24 മണിക്കൂറും തൊപ്പിയും വെച്ച് താടിയും വെച്ച് പച്ച സാലൂട്ട് ഇങ്ങനെ നടക്കലല്ല. തഖ്വ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അവിടെ ആലിം എന്നില്ല, പണ്ഡിതൻ എന്നില്ല, സാധാരണക്കാരൻ എന്നില്ല, വിദ്യാർത്ഥികൾ എന്നില്ല, എല്ലാവരും തുല്യരാണ് തഖ്വയുടെ വിഷയത്തിൽ. എന്റെ ഖത്താബ് പറഞ്ഞു കൊടുക്കാണ്, തഖ്വ എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തും മുൾച്ചെടികളുള്ള ചെറിയൊരു പാത, ഒരു വഴി. 2 സൈഡിലും മുള്ളിന്റെ ചെടികളാണ്. ആ ചെടികൾ രണ്ടും വഴിയിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. നീ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ നിന്റെ വസ്ത്രത്തിൽ ആ മുൾച്ചെടികൾ തട്ടാതെ സൂക്ഷ്മതയോടെ വസ്ത്രങ്ങളെ കൂട്ടിപ്പിടിച്ച് സൂക്ഷ്മതയോടെ നീ നടക്കൂ, ഇല്ലേ? നടക്കൂലേ? അതാണ് തഖ്വ. അതാണ് തഖ്വ. ദുനിയാവിൽ പലതും നീ കാണും, പലതും നീ കേൾക്കും, പലതും നിന്നെ അനുഭവിക്കേണ്ടി വരും. ആ സമയത്തൊക്കെ ഒന്നിലും പെടാതെ റബ്ബിന്റെ മാർഗത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുക. ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ. ഇതാണ് അല്ലാഹുവിന്റെ മാർഗം, ഇതാണ് റസൂലിന്റെ മാർഗം, ഇതാണ് സഹാബാക്കളുടെ മാർഗം. അതിലൂടെ നീ സഞ്ചരിക്കുക. നീ ഒരുപാട് വഴികൾ കാണും, ഒരുപാട് ആശയങ്ങൾ കാണും, ഒരുപാട് സംഘങ്ങളും ഒരുപാട് തീരുമാനങ്ങളും കാണും. അതിലൊന്നും പെടാതെ നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുക. അതാണ് തഖ്വ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വളരെ എളുപ്പമാണ് തഖ്വ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തഖ്വ ഹാഹുന. തഖ്വ എന്നുള്ളത് ഹൃദയത്തിലുള്ളതാണ്. തഖ്വ എന്നുള്ളത് ഹൃദയത്തിലുള്ളതാണ്. നമുക്ക് തഖ്വ ഉണ്ടോ ഇല്ല നമ്മൾ എങ്ങനെ പരിശോധിക്കാം? വളരെ എളുപ്പമാണ് പരിശോധിക്കാൻ. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ആരും കാണാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അത് അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ തഖ്വ വിലയിരുത്താൻ പറ്റും. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയം എൻ്റെ മാനസികാവസ്ഥ എന്താണോ അതനുസരിച്ച് എനിക്ക് തഖ്വയുണ്ടോ തഖ്വയില്ലേ വിലയിരുത്താൻ നമ്മളെ കൊണ്ട് തന്നെ പറ്റും. അതിന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ വിശദീകരിക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. ഒരു സംഭവം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. തഖ്വയിൽ ഇതിനേക്കാൾ നല്ലൊരു സംഭവം ഓർമ്മ കാണാൻ ചരിത്രത്തിൽ കാണാൻ പറ്റൂല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുന്ദരനാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മിഅ്റാജിന്റെ രാത്രി ഞാൻ 1-ാം ആകാശം കയറി ജിബ്രീലിന്റെ കൂടെ, 2-ാം ആകാശം കയറി, 3-ാം ആകാശം കയറി, 4-ാമത്തെ ആകാശത്തിൽ വെച്ച് ഞാൻ യൂസുഫ് നബിയെ കണ്ടു. സുന്ദരനാണ്. അള്ളാഹു സൃഷ്ടിച്ച സൗന്ദര്യത്തിന്റെ 50% അദ്ദേഹത്തിനുള്ളതാണ്. സൗന്ദര്യത്തിന്റെ നേരെ പകുതി അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ട് അത്ര സുന്ദരനായ ഒരു പുരുഷനെ ഞാൻ അവിടെ വെച്ച് കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്ദരനാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദീകരിക്കുന്നില്ലേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച്? അസീസിന്റെ ഭാര്യ ആരോപിക്കപ്പെട്ടു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പ്രേമമാണ്, സ്നേഹമാണെന്നൊക്കെ ആരോപിക്കപ്പെട്ടു. അസീസിന്റെ ഭാര്യ ചെയ്ത പണി, ഞാൻ കണ്ടത് യൂസുഫിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയതാണ്. ആ സൗന്ദര്യം നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്തെന്നറിയോ? അള്ളാഹ് എന്താ പറഞ്ഞറിയോ? ആ അസീസിന്റെ ഭാര്യ പട്ടണത്തിൽ എല്ലാ സ്ത്രീകളെയും വിളിച്ചുകൂട്ടി. രാജകുമാരിമാരുണ്ട്, തോഴിമാരുണ്ട്, സുന്ദരികളായ പെണ്ണുങ്ങളുണ്ട്, എല്ലാരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് എല്ലാവരുടെ കയ്യിലും കത്തിയും കൊടുത്തു, ഒരാപ്പിളും കൊടുത്തു. കത്തി, ഇത് പരിശുദ്ധ ഖുർആൻ കഥയല്ല, നോവലല്ല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിശദീകരിക്കുന്ന സംഭവമാണ്. എന്നിട്ട് എന്നിട്ട് ആ അസീസിന്റെ ഭാര്യ യൂസുഫ് നബിയോട് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ല്, ആ സ്ത്രീകൾ ഇരിക്കുന്ന ഹാളിലേക്ക് നീ ഇറങ്ങിച്ചെല്ല്. യൂസുഫ് നബി പോയി. ആപ്പിൾ മുറിക്കുന്ന പെണ്ണുങ്ങൾ യൂസുഫ് നബിയുടെ സൗന്ദര്യങ്ങളുടെ സ്വന്തം കൈ മുറിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ. കൈ മുറിഞ്ഞിട്ട് പോലും അവർ അറിഞ്ഞിരുന്നില്ല, ആ സൗന്ദര്യത്തിൽ ലയിച്ചു പോയി. അത്ര സുന്ദരനാണ്, സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. അങ്ങനെയുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇത് ആരാ പറയുന്ന? അല്ലാഹ് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫ്. എന്നിട്ട് അല്ലാഹ് പറയാൻ, ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിൽ ആ രാജാവിന്റെ അടിമയായി ജീവിക്കുന്ന കാലം. രാജാവിന്റെ ഭാര്യയ്ക്ക് യൂസുഫ് നബിയോട് പ്രേമം തോന്നി, സ്നേഹം തോന്നി. അവസാനം ആ സ്ത്രീ എന്ത് ചെയ്തു? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ക്ഷണിച്ചു.
യൂസുഫ് നബിയോട് പറഞ്ഞു, അത് കൊട്ടാരത്തിന്റെ വാതിലുകളെ കടച്ചു. ആരുമില്ല കൊട്ടാരത്തിൽ, ഒറ്റക്കാണ്. ഗല്ലഖ എന്ന വാക്ക് സാധാരണ ഉപയോഗിക്കാറുള്ളത് അധികമായി ചെയ്യുന്ന പ്രവൃത്തിക്കാണ്. ഫഅല വസ്ന ഉപയോഗിക്കുക അറബിയിൽ. അള്ളാഹ് ഖുർആനിൽ ഉപയോഗിച്ച വാക്ക് വഗല്ലഖത്തിൽ അബ്വാബ്. ആ സ്ത്രീ കൊട്ടാരത്തിന്റെ വാതിലുകളെല്ലാം അടച്ചു. തഫ്സീർ മുഫസ്സിറുകൾ പറഞ്ഞത് കൊട്ടാരത്തിന്റെ 7 അറകൾക്കുള്ളിലായിരുന്നു അവർ രണ്ടുപേരുണ്ടായിരുന്നത്. കൊട്ടാരത്തിന്റെ 7 റൂമിന്റെ ഉള്ളിൽ. ഇപ്പൊ ആരും കാണൂല, ആരുമില്ല. രാജാവിന്റെ ബെഡ്റൂമിലേക്ക് സാധാരണ ഒരു ബടന് കയറി ചെല്ലാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടുണ്ടാവൂല. അത്ര സുരക്ഷിതമായ സ്ഥലത്തായിരുന്നു അവരുണ്ടായിരുന്നത്. വാതിലുകളൊക്കെ അടച്ചു. സാഹചര്യങ്ങളും അനുകൂലമെല്ലാം യൂസുഫ് നബിക്ക് അനുകൂലമാണ്. ആരും കാണാനില്ല, ആരും ചോദിക്കാനില്ല. ആ പെണ്ണ് പറഞ്ഞു, വഖാലത് ഹൈത ലക് ബാ, ആരും പേടിക്കണ്ട, ഇന്ന് നീ എന്റെ മണിയറയിൽ ആരും കാണാതെ നിനക്ക് വരാം, ഒരു പ്രശ്നവുമില്ല. വിളിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മത്വായ, ഞാൻ എൻ്റെ റബ്ബിനെ പേടിക്കുന്നു, എൻ്റെ റബ്ബ് കാണുന്നുണ്ട്, എൻ്റെ റബ്ബിനെ നിരീക്ഷിക്കുന്നുണ്ട്, എൻ്റെ റബ്ബ് എൻ്റെ എല്ലാ ചലനങ്ങളും എൻ്റെ വാക്കുകളും സംസാരങ്ങളും അറിയുന്നുണ്ട്. എൻ്റെ കണ്ണുന്റെ കാഴ്ചയും ഞാൻ കേൾക്കുന്ന കേൾവിയും എൻ്റെ കൈകാലുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്മാറി. അതാണ് പ്രിയമുള്ളവർ തഖ്വ എന്ന് പറഞ്ഞാൽ. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വരുമ്പോൾ റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി മാറി നിൽക്കുക. അങ്ങനെ തഖ്വ നേടിയെടുക്കുന്ന അവസരമാണ് പരിശുദ്ധ റമദാൻ. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് സംഭവം വിശദീകരിച്ചു കൊടുത്തു. തഖ്വയെ സംബന്ധിച്ച് പഠിക്കാൻ. എന്താണ് ഈ തഖ്വ? നമ്മൾ ആരും ബേജാറാണെന്നും വേണ്ട. തഖ്വ എന്ന് വളരെ എളുപ്പമാണ്, ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. തഖ്വ ഉണ്ടാകാൻ ഒരുപാട് പഠിക്കണമെന്നോ ഒരുപാട് ഇബാദത്ത് ചെയ്യണമെന്നൊന്നുമില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഒരാട്ടിടയന്റെ തഖ്വ കണ്ടിട്ട് അദ്ദേഹം കരഞ്ഞ സംഭവം. അദ്ദേഹം ഒരു യാത്ര ചെയ്യാൻ, ആ യാത്രയിൽ ഒരു മരുഭൂമിയിൽ വെച്ച് ഒരാട്ടിടയനെ കണ്ടു. അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ആട്ടിൻകുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞു, ഒരാട്ടിന് നമുക്ക് നടത്തു തരുമോ, ഭക്ഷണം കഴിയുമ്പോൾ പൈസ തരാം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, പറ്റൂല, ഇതെന്റെ ആടല്ല, യജമാനന്റെ ആടാണ്. അപ്പൊ ഇവര് പറഞ്ഞു, ആരും കാണുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ, ഈ പൈസ കൊണ്ട് നീ അവിടെ എത്തിയ പട്ടണത്തിൽ ആടിനെ വാങ്ങിച്ച കൂടെ കൂട്ടിയാൽ മതി. അദ്ദേഹം ഇല്ല, ഇന്ന റബ്ബി യറാനി, എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. മരുഭൂമിയിൽ ഒരു ആട്ടിടയന്റെ തഖ്വയെ കണ്ട് കരഞ്ഞ സഹാബകളുടെ ചരിത്രം കിതാബുകളിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബകൾ പറഞ്ഞു കൊടുത്തു, ബനൂ ഇസ്രായേൽപ്പെട്ട 3 പേര്, ബനൂ ഇസ്രായേൽപ്പെട്ട 3 ആൾക്കാർ, നിങ്ങൾ കേട്ട സംഭവമായിരിക്കും. ആ 3 ആൾക്കാർ യാത്ര ചെയ്യുന്ന സമയം അവർ ഗുഹയിൽ കയറി. മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ആ ഗുഹയിൽ ചെന്ന സമയം ഗുഹയുടെ വാതില് പാറകല്ല് കൊണ്ട് ഒന്ന് മൂടി, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, അവര് കുടുങ്ങിപ്പോയി. അപ്പൊ ഈ 3 ആൾക്കാർ തീരുമാനിച്ചു, നമ്മൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ എന്തെങ്കിലും എടുത്ത് വസീലയാക്കി അല്ലാഹുവോട് ദുആ ചെയ്യാം. വസീല, തവസ്സുൽ കേട്ടിട്ടില്ലേ? തവസ്സുൽ 2 രൂപത്തിലുണ്ട്. അനുവദിക്കപ്പെട്ട തവസ്സുലുണ്ട്, അനുവദിക്കപ്പെടാത്തതുണ്ട്. അനുവദിക്കപ്പെടാത്ത തവസ്സുൽ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് തേടുക. അങ്ങനെ ഹക്ക് ജാ ബർക്കത്തിന്റെ സമ്പ്രദായം ഇസ്ലാമിലില്ല. അതേപോലെ തന്നെ ജാറത്തിന്റെ ഖബറിലെടുത്ത് പോയി തവസ്സുൽ ചെയ്യാം, അതുമില്ല. ഔലിയാക്കളുടെ തങ്ങന്മാരെടുത്തും ജാറത്തിലൊക്കെ പോയി തവസ്സുൽ ചെയ്യാം, അതും സമ്പ്രദായം ഇസ്ലാമിലില്ല. അനുവദിക്കപ്പെട്ട തവസ്സുൽ എന്ന് പറഞ്ഞാൽ ചെയ്ത നന്മകൾ റബ്ബിനോട് ഏറ്റു പറഞ്ഞ് ദുആ ചെയ്യാം, അനുവദിക്കപ്പെട്ടതാണ്. അതേപോലെ അള്ളാഹുവിന്റെ നാമങ്ങളെ വിളിച്ചുകൊണ്ട് തവസ്സുൽ ചെയ്യാം, അതും അനുവദിക്കപ്പെട്ടതാണ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അനുവദിച്ചു കൊടുത്ത തവസ്സുൽ ഇവർ ചെയ്തു. ഇവർ പറഞ്ഞു, നമുക്ക് നമ്മൾ ചെയ്ത അമലുകൾ മുൻനിർത്തി റബ്ബിനോട് ചോദിക്കാം, റബ്ബേ, ഞാൻ ഇന്നൊക്കെ നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. അതിനാണ് തവസ്സുൽ എന്ന് പറയാം. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ദുആ ചെയ്തു. അതിൽ 3-ാമത്തെ ആൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, ഞാൻ ധനികനാണ്, പണക്കാരനാണ്, ഒരുപാട് സമ്പത്തുണ്ട്, എൻ്റെ നാട്ടിൽ ദാരിദ്ര്യം പിടിപെട്ടു, എല്ലാ കന്നുകാലികളും ചത്തൊടുങ്ങാൻ തുടങ്ങി, കൃഷിയെല്ലാം നശിച്ചു, പട്ടിണിയായി ജനങ്ങളെല്ലാം. എൻ്റെ വീട്ടിൽ സമ്പത്തുണ്ട്, എൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്, സുഭിക്ഷമായി ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ട്. ആ സമയത്ത് എൻ്റെ അമ്മാവന്റെ മകൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ ഒരുപാട് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച സ്ത്രീയാണ്, പക്ഷെ കിട്ടാതെ പോയി. ആ സ്ത്രീ എൻ്റെ വീട്ടിലേക്ക് വന്നു. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഒരു നേരത്തെ ഭക്ഷണം തരണം, വീട്ടിൽ മക്കളൊക്കെ പട്ടിണിയാണ്.
ആ സമയം ഉപയോഗപ്പെടുത്തി ഞാൻ ആ സ്ത്രീയുടെ ശരീരത്തെ ആവശ്യപ്പെട്ടു. നിന്റെ ശരീരം തന്നാൽ നിനക്കൊരു നേരത്തെ ഭക്ഷണം തരാം. ഗത്യന്തരമില്ലാതെ മക്കളുടെ പട്ടിണി അകറ്റുന്നതിന് വേണ്ടി ഞാൻ സമ്മതിച്ചു. ആ സ്ത്രീ സമ്മതിച്ചു. അങ്ങനെ ആ സ്ത്രീയും ആ പുരുഷനും വീട്ടിലേക്ക് കയറി. ആ പെണ്ണ് പൂർണ്ണ സ്വാതന്ത്ര്യ സമ്മതത്തോടെ ആ പുരുഷനെ വരവേറ്റു. അങ്ങനെ ആ പുരുഷൻ ആ സ്ത്രീ അടുത്ത് ചെന്നിരുന്നു. എല്ലാത്തിനും തയ്യാറായി അടുത്ത് ചെന്നിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ ജലസ അലാ ശുഅബിഹൽ അർബ, ആ പെണ്ണിന്റെ 2 കാലിന്റെ ഇടയിൽ അദ്ദേഹം ഇരുന്നു. ആ സമയത്ത് ആ സ്ത്രീ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത്തഖില്ല, നീ അള്ളാഹനെ പേടിക്കണം. ഇന്ന് നിനക്ക് എന്തും ചെയ്യാം, സമ്പത്തുണ്ട്, ഞാൻ പ്രതികരിക്കൂല, കാരണം എനിക്ക് എന്റെ സമ്പത്ത് ആവശ്യമാണ്, എന്റെ മക്കള് പട്ടിണിയാണ്, അതുകൊണ്ട് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിനക്ക് എന്തും ചെയ്തു തരാം. പക്ഷെ നീ റബ്ബിനെ പേടിക്കണം, റബ്ബ് കാണുന്നുണ്ട്, റബ്ബിന്റെ കോടതി നീ ചോദ്യം ചെയ്യപ്പെടും, റബ്ബ് നിന്നോട് ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ഓരോന്നിന് മറുപടി പറയേണ്ടി വരും എന്ന ബോധം നിനക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് കിടുങ്ങി, ഒരു പേടി വന്നു മനസ്സിൽ. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റു, മാറി നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ ഒരിക്കലും മാറാൻ പറ്റാത്ത സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ മനസ്സിനെ മാറ്റി. എന്തുകൊണ്ട്? റബ്ബിനെ പേടിച്ചിട്ട്. അദ്ദേഹം ഈ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ഗുഹയുടെ വാതിൽ തുറന്നു, അവർ പുറത്തേക്ക് പോയി. ഇതാണ് സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം വിശദീകരിച്ചത് തഖ്വയുടെ പ്രസക്തിയെ സംബന്ധിച്ച് പറയാനാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്, സാഹചര്യം വരുമ്പോ റബ്ബിനെ പേടിച്ച് മാറി നിൽക്കുക. ഒരാള് സ്റ്റേജിൽ കയറിയിട്ട് പറയാം, ഞാൻ കള്ള് കുടിക്കൂല. ഒരാൾ കള്ള് കുപ്പി കൊണ്ട് കൊടുത്തു, ഞാൻ കുടിക്കൂല. പരസ്യമായിട്ട് പറയാൻ എല്ലാവർക്കും പറ്റൂല, പരസ്യം പറയാൻ പറ്റും. രഹസ്യ ജീവിതത്തിൽ സന്ദർഭം ഉണ്ടാകുമ്പോൾ കള്ളു കുടിക്കാതെ മാറിയിരിക്കണം. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. പരസ്യമായിട്ട് എല്ലാവർക്കും മാന്യന്മാരെ ജീവിക്കാം, പക്ഷെ രഹസ്യ ജീവിതം നന്നായിരിക്കണം. അവിടെയാണ് നമ്മൾ നമ്മുടെ തഖ്വയെ അളക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ തഖ്വ നേടിയെടുക്കാനുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ. കാരണം എന്താ? ആ മാസം പിശാചില്ല, ആ മാസം സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടതാണ്, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെട്ടതാണ്. അള്ളാഹു അതിലേക്കുള്ള മാർഗം നമുക്ക് എളുപ്പമാക്കി തരും. അതിനുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. ഇനി ആ റമദാനിൽ തഖ്വ നേടിയെടുത്ത് നമുക്ക് ലാഭം എന്താ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചത്, ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാഹു സ്വർഗ്ഗത്തെ ഒരുക്കി വെച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗ്ഗത്തെ കണ്ടു. ആ സ്വർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രവേശിച്ചത് 2 കാര്യങ്ങളെ കൊണ്ടാണ്. ഒന്ന് തഖ്വല്ലാഹ്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതം. 2 ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. ഇത് 2 കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതാണ് പ്രിയമുള്ളവരെ തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വ നേടിയെടുക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. എന്നാൽ ഈ റമദാനിന്റെ ഈ പൗരുഷൊക്കെ പറയപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. റമദാൻ ഒരുപാട് റമദാൻ കിട്ടി, ആ റമദാന്റെ ഒരുപാട് ഓഫറുകൾ ലഭിച്ചു അല്ലേ? ലൈലത്തുൽ ഖദർ നമുക്കറിയാം. ലൈലത്തുൽ ഖദർ എന്താ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. അല്ലേ? അല്ലാഹു പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള മാസമാണ്, പുണ്യമുള്ള ഒരു രാത്രിയാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചു, 1000 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം 83 വർഷം. ഒറ്റ രാത്രി കൊണ്ട് 83 വർഷം നന്മ ചെയ്ത പ്രതിഫലമാണ് രേഖപ്പെടുത്തുക, ഒറ്റ രാത്രി കൊണ്ട്. അങ്ങനെ ജീവിതത്തിൽ പ്രായപൂർത്തി ആയത് മുതൽ മരിക്കുന്നത് ഒരുപാട് റമദാനുകളും ആ റമദാനിൽ ലൈലത്തുൽ ഖദർ കിട്ടിയ ഒരു മനുഷ്യൻ ഈ നന്മകളെല്ലാം ബാത്തിലാക്കി കളയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ അത് സൂക്ഷിക്കണം. റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അത് സൂക്ഷിക്കണം. അതിലൊന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ശിർക്കിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കുക. ശിർക്കിൽ നിന്നും നിങ്ങൾ പരിപൂർണമായി മാറി നിൽക്കുക. കാരണം ശിർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അമലുകളൊക്കെ ബാത്തിലാക്കി കളയും. നിങ്ങൾ ജീവിത പ്രായപൂർത്തിയായത് മുതൽ ഏകദേശം മരണപ്പെടുന്ന ഒരു 60-70 വയസ്സ് കൂട്ടിക്കോ, 55-60 വയസ്സ് വരെ നിങ്ങൾ എല്ലാ റമദാനിലും 30 ദിവസം ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. 30 ദിവസം 30 ലക്ഷത്തിൽ കൂടുതൽ പൈസ സദഖ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നന്മകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും
തൗഹീദ് ശരിയല്ലെങ്കിൽ ഇതൊന്നും സ്വീകരിക്കപ്പെടൂല, എല്ലാം തള്ളപ്പെടും. ശിർക്ക് സംഭവിക്കുന്നതിലൂടെ എല്ലാ അമലുകളും തള്ളപ്പെടും, ഒരു പ്രയോജനം ഉണ്ടാകൂല. എത്രയോ റമദാൻ ജീവിതത്തിൽ കിട്ടിയാലും അതിനൊന്നും ഒരു ഉപകാരവും അതിനെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ശിർക്ക് സംഭവിച്ചാൽ നമ്മുടെ ജീവിതം ഉണ്ടാകുന്ന 4 കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ എടുക്കണം. ശിർക്ക് എന്ന് പറയുന്നത് നിസാരമല്ല. ശിർക്ക് എന്ന് പറയുന്നത് നിസാരമല്ല. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ലാ യഗ്ഫിറു യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ശിർക്ക് എന്ന മഹാപാപം പുറത്തു കൊടുക്കുകയില്ല തൗബ ചെയ്ത് മാറുന്നത് വരെ. മറ്റുള്ള തിന്മകളൊക്കെ ഒരുപക്ഷെ അല്ലാഹു അവന്റെ കൃപ കൊണ്ട് പുറത്തു കൊടുക്കാം, അല്ലേ? പുറത്തു കൊടുത്തേക്കാം. വുളൂ ചെയ്യുമ്പോൾ വുളൂവിന്റെ വെള്ളം വീഴുന്നതനുസരിച്ച് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി നടന്നു വരുമ്പോൾ ഓരോ ചവിട്ടടി വെക്കുമ്പോഴും നമ്മൾ ഓരോ പാപങ്ങൾ പുറത്തു വരും അല്ലാഹു. അതേപോലെ നിസ്കാരം കഴിഞ്ഞിട്ട് ആ മുസല്ലയിൽ തന്നെ ഇരുന്നാൽ അള്ളാഹു ഒരുപാട് പാപങ്ങൾ പുറത്തു തരും. അങ്ങനെ ഒരുപാട് ഓഫറുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷെ ശിർക്ക് അങ്ങനെയൊന്നും അള്ളാഹ് പുറത്തു തരൂല. അത് അള്ളാഹ്ക്ക് ദേഷ്യമാണ്, വെറുപ്പാണ്, കോപമാണ്. ശിർക്ക് ചെയ്യുന്നത് അള്ളാഹു ഭയങ്കര വെറുപ്പാണ്. അള്ളാഹു ആ ശിർക്ക് ചെയ്ത് പുറത്തു കൊടുക്കുകയില്ല അവരാ ശിർക്കിന്ന് മാറി നിൽക്കുന്നത് വരെ. ഒന്ന്. രണ്ടാമത്തെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അശ്റക്ത ലയഹ്ബതന്ന അമലുക. നിന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ നിന്റെ അമലുകളെല്ലാം ബാത്തിലാണ്. ഇന്ന് അസന്ന് ശിർക്ക് സംഭവിച്ചു, ഇതിനു മുമ്പ് ചെയ്ത എല്ലാ അമലുകളും ബാത്തിലായി, ശേഷം ചെയ്യുന്നതും ബാത്തിൽ, ഒരു പ്രയോജനവുമില്ല. 2. മൂന്നാമത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കും. പിന്നെ സ്വർഗ്ഗത്തിലേക്ക് ഭാഗത്ത് നോക്കേണ്ട ആവശ്യമില്ല. 2. നാലാമത്തത്, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ശാശ്വതമാണ്. സ്വർഗം ഹറാം, നരകം നിർബന്ധമായി. ഈ 4 കാര്യങ്ങളാണ് ശിർക്ക് സംഭവിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും ഈമാനുള്ള ശിർക്ക് ചെയ്യാത്ത എന്നാൽ ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ശിർക്കില്ല, ശിർക്ക് എന്ന മഹാപാപമില്ല, പക്ഷെ വേറെ ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ തോന്നിവാസത്തിന്റെ പേര് നരകത്തിലേക്ക് പോയവൻ, അവന് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ നരകത്തിന് പുറത്തേക്ക് കൊണ്ടുവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിൽ നിന്ന് ആ കൂട്ടത്തെ അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവരും. ആ വരുന്ന രൂപം അവര് കരിക്കട്ട പോലെ കറുത്ത രൂപത്തിലായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു ആ മനുഷ്യരെ നഹ്റുൽ ഹയാത്ത് അല്ലെങ്കിൽ ഹയാത്ത് എന്ന് പറയുന്ന ഒരു തടാകത്തിൽ മുക്കിയെടുക്കും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മഴക്കാലത്ത് തോടിന്റെയും അരുവിയുടെയും സൈഡിൽ മുളച്ചു വരുന്ന പുതിയ പച്ച പുല്ല് പോലെ പുതിയ മനുഷ്യനായി പുറത്തേക്ക് വരും ആ പുഴയിൽ നിന്നും, ആ തടാകത്തിൽ നിന്നും. എന്നിട്ട് അല്ലാഹു അവനെ സ്വർഗത്തിലേക്ക് കടത്തും. അതിന്റെ ഷർത്ത് എന്താ? ശിർക്ക് സംഭവിച്ചാനാകാൻ പാടില്ല. ശിർക്ക് സംഭവിച്ചാനാണെങ്കിലോ ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ, കാലാകാലം നരകത്തിൽ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അപ്പൊ ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ എളുപ്പമാണ്. ശിർക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് തോന്നുന്നു ശിർക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊക്കെ മക്കത്തെ മുശ്രിക്കുകൾ ചെയ്ത ശിർക്കല്ലേ, നമുക്ക് എങ്ങനെ ശിർക്ക് വരിക? നമ്മൾ ഹജിയാരാണ്, മൗലാരാണ്, പള്ളി പോകുന്ന ഖുതുബ നടത്തുന്ന ഖത്തീബാണ്, ജാറ കമ്മിറ്റിന്റെ സെക്രട്ടറിയാണ്, അതേപോലെ തന്നെ എല്ലാ നന്മയും ചെയ്യുന്ന തലക്കെട്ടിട്ട് താടിയുള്ള നമസ്കാര താമ്പുള്ള വലിയ മനുഷ്യനാണ് നമുക്ക് തോന്നും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിനെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് മനസ്സിലാവും. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അൻ തജ്അല ബൈനക വബൈന അല്ലാഹി വസായിത യദ്ഉഹും വയസ്അലുഹും അശ്ശഫാഅത. പണ്ഡിതന്മാർ പറഞ്ഞത് വളരെ എളുപ്പം. ഒന്ന്, നീ നിന്റെയും നിന്റെ റബ്ബിന്റെയും ഇടയിൽ ഒരു ഇടയാളനെ സ്വീകരിക്കുക. ഇടയാളെന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് എത്താനുള്ള മാർഗം. നേരിട്ട് റബ്ബിലേക്ക് പോകില്ല, റബ്ബിലേക്ക് എത്താനുള്ള മാർഗം. അതാണല്ലോ മക്കത്തെ മുശ്രിക്കുകളും ചെയ്തത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ അറിയോ? മക്കത്തെ മുശ്രിക്കുകൾ അവരോട് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് ലാത്തയെയും ഉസ്സയെയും മറ്റുള്ള വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾ വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവര് പറയും ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, റബ്ബിലേക്ക് അടുപ്പിക്കാൻ. അപ്പൊ ഇവർക്ക് ഈ ജാറത്ത് പോയിട്ട് ചോദിക്കുന്നത് എന്തിനാ? റബ്ബിലേക്ക് എത്താൻ, റബ്ബിലേക്ക് അടുപ്പിക്കാൻ, അല്ലേ? അള്ളാഹു പറയാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരാൾ എന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിൽ ഒരു ഇടയാളനെ സ്വീകരിച്ചു. എന്നിട്ടോ യദ്ഉഹും, അവനോട് ദുആ ചെയ്തു. വയസ്അലുഹും അശ്ശഫാഅത, റബ്ബിനിടയ്ക്ക് ശുപാർശ പറയാൻ അവനോട് ചോദിച്ചു. ആവശ്യ പൂർത്തീകരണത്തിലൂടെ അവനോട് ചോദിച്ചു. അതൊക്കെ ശിർക്കാണ്. അത് ആരുമാകാം.
അതിനിടയിലുള്ള വസ്തുക്കൾ ജാറങ്ങളാകാം, ഖബറുകളാകാം, ജീവിച്ചിരിക്കുന്ന ശൈഖുകളോ ബാബകളോ ബീവികളോ ആകാം, തങ്ങന്മാരാകാം, ജിന്നുകളാകാം, മലക്കുകളാകാം, ദേവന്മാരാകാം, എന്തുമാകാം, കല്ലുകളോ കാഞ്ഞിരക്കുറ്റിയോ മൂർഖൻ പാമ്പോ എന്തായാലും അങ്ങനെ ഒന്ന് സ്വീകരിച്ചാൽ ശിർക്ക് സംഭവിച്ചു. ഇതൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മുടെ നാട്ടില് ഈ രൂപത്തിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്നവർ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അവരൊക്കെ ഈ ഷിർക്കിന്റെ ഗണത്തിൽപ്പെടും. അള്ളാഹു കാക്കട്ടെ. നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഷിർക്കെന്ന മഹാപാപത്തിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കട്ടെ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒന്ന് ഷിർക്ക് സംഭവിച്ചാൽ നമ്മുടെ അമലുകളെല്ലാം ബാത്തിലായി. രണ്ടാമത്തെ കാര്യം, റമദാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഒരുങ്ങേണ്ട രണ്ടാമത്തെ കാര്യം ബന്ധങ്ങളെ നന്നാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ബന്ധങ്ങളെ നന്നാക്കുക. ബന്ധം എന്ന് പറയുമ്പോൾ കൂട്ടുകാരുണ്ടാകാം, കുടുംബക്കാരുണ്ടാകാം, ഭാര്യ ഭർത്താക്കന്മാരുണ്ടാകാം, ഉപ്പയും മക്കളും ഉണ്ടാകാം, മാതാപിതാക്കൾ ഉണ്ടാകാം. എല്ലാ ബന്ധങ്ങളും നന്നാക്കുക. ബന്ധങ്ങൾ നന്നാക്കാതെ റമദാനിൽ നമ്മൾ എത്ര അമലുകൾ ചെയ്താലും ഒരു പ്രയോജനമില്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്ക്. മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്ന മക്കൾ, മാതാപിതാക്കളോട് സംസാരിക്കാത്തവർ, മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്നവർ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർ, മാതാപിതാക്കളെ കരയിപ്പിക്കുന്നവർ, എത്ര റമദാനുകൾ ജീവിതത്തിൽ കിട്ടിയാലും ഒരു പ്രയോജനം അതിനെ കൊണ്ടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. റസൂൽ പറയാം, ഒരു ദിവസം റസൂലുള്ളാഹി മിമ്പറിലേക്ക് കയറി. ഒരുപാട് കേട്ട ഹദീസായിരിക്കും. റസൂലുള്ളാഹി മിമ്പറിലേക്ക് കയറുന്ന സമയം 3 പ്രാവശ്യം ഓരോ സ്റ്റെപ്പ് വെക്കുന്നതനുസരിച്ച് റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. റസൂലുള്ളാഹി മിമ്പറിൽ 3 സ്റ്റെപ്പുകളായിരുന്നു. ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ റസൂൽ ആമീൻ പറഞ്ഞു. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, പതിവില്ലാത്ത രീതിയിൽ ആമീൻ പറയുന്നത് കേട്ടപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ആമീൻ പറയുന്നത് റസൂലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നാം മിമ്പറിൽ കയറുന്ന സമയം ജിബ്രീൽ എൻ്റെ അടുക്കലേക്ക് വന്നു. 3 കാര്യങ്ങൾ ജിബ്രീൽ ദുആ ചെയ്തു. അതിലൊന്ന് ഇതാണ്. ഒരാളെടുക്കൽ തൻ്റെ വാർദ്ധക്യ സമയത്ത് മാതാപിതാക്കളെ കിട്ടുകയും എന്നിട്ട് ആ മാതാപിതാക്കളിലൂടെ സ്വർഗത്തിലേക്ക് എത്താത്തവൻ നശിച്ചു പോകട്ടെ, തൊലഞ്ഞു പോകട്ടെ എന്നാണ് ജിബ്രീൽ ദുആ ചെയ്തത്. ഞാൻ അതിന് ആമീൻ പറഞ്ഞതാണ്. ചെയ്യുന്ന ആളാരാ? ജിബ്രീൽ. ദുആ ചെയ്യുന്ന ആള്. ആമീൻ പറയുന്ന ആളോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിന്റെ അടുക്കൽ തള്ളപ്പെടാത്ത ദുആയ. ആ ദുആക്ക് നമ്മൾ കാരണക്കാരായാൽ അതുകൊണ്ട് ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റിദല്ലാഹു ഫീ റിദൽ വാലിദൈൻ വസുഖ്തുല്ലാഹു ഫീ സുഖ്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് മക്കൾ റബ്ബിന്റെ തൃപ്തി ലഭിക്കുന്നത്. അതേപോലെ മാതാപിതാക്കളുടെ കോപത്തിലാണ് റബ്ബിന്റെ കോപം. മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട്, അവരെ പ്രയാസപ്പെടുത്തി, അവരോട് ചിരിക്കാതെ, സംസാരിക്കാതെ, ദേഷ്യപ്പെടുത്തി, നിരാശപ്പെടുത്തി, കരയിപ്പിച്ച്, മനസ്സ് വേദനിപ്പിച്ച് എന്ത് നന്മയാ പ്രിയമുള്ളത് നമുക്ക് ദുനിയാവിൽ നേടാനുള്ളത്? ആഖിറത്തിലൊന്നുമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഒറ്റൊരു കാര്യം മാത്രമേ അല്ലാഹു വിശാലമായി വിശദീകരിച്ചിട്ടുള്ളൂ. നിങ്ങൾ സിനാ ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ വലാ തഖറബുസ് സിന വലാ തഖ്തുലു അൻഫുസകും വലാ തശ്റബുൽ ഖം. ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു. കള്ളുപിടിക്കാൻ പാടില്ല, സിന ചെയ്യാൻ പാടില്ല, കൊല ചെയ്യാൻ പാടില്ല, ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിന്റെ കൂടെ ഒരു കാര്യം അല്ലാഹു ചേർത്ത് പറഞ്ഞു. പക്ഷെ ആ കാര്യം വിശദമായി വിശദീകരിച്ചു. മാതാപിതാക്കൾ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് ഇതാ തീരുമാനിച്ചിരിക്കുന്നു, നിന്റെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു. ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ അല്ലാഹു കാണിക്കൂല. അല്ലാഹു തീരുമാനിച്ച ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും അല്ലാഹു തയ്യാറല്ല. ഏതാ കാര്യം? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. തൗഹീദാണ്, ശിർക്കാണ്. നിങ്ങൾ ശിർക്ക് സംഭവിച്ചാൽ അള്ളാഹു ഒരു വിട്ടുവീഴ്ചയും കാണിക്കൂല, ഒരു കരുണയും കാണിക്കൂല. അള്ളാഹിന്റെ പ്രിയപ്പെട്ട അടിമയാണെന്നോ അള്ളാഹിന്റെ ദാസനാണെന്നോ എന്ന് ഒരു ലവലേശം പോലും അള്ളാഹു കരുണ കാണിക്കൂല. ശിർക്ക് ചെയ്തവരോട് തൗഹീദിൽ ഒരു കോംപ്രമൈസും അള്ളാഹു കാണിക്കൂല. ഒരു വിട്ടുവീഴ്ചയും ഇല്ല. അതിലാരും പ്രതീക്ഷയ്ക്കും വേണ്ട. ശിർക്ക് ചെയ്തിട്ട് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും, അള്ളാഹു എന്നെ കാക്കും എന്നൊരു പ്രതീക്ഷയും നിങ്ങൾക്ക് വേണ്ട. തൗഹീദ് വിട്ടാൽ പിന്നെ അള്ളാഹു ഒരു നിലക്കും അടിമയെ പരിഗണിക്കൂല. അള്ളാഹു അടിമയായി പരിഗണിക്കുന്നത് ആഖിറത്തിൽ കരുണയുടെയും സ്നേഹത്തിന്റെയും നോട്ടം അള്ളാഹു നോക്കുന്നത് മുവഹിദുകളിലേക്ക് മാത്രം. ശിർക്ക് ചെയ്തവർ മാറ്റി നിർത്തും. ഒരു കോംപ്രമൈസ് അള്ളാഹു തയ്യാറല്ല. അതാ അള്ളാഹു പറഞ്ഞത്, വഖളാ റബ്ബുക, നിന്റെ റബ്ബിദാ തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പറ്റൂ. അള്ളാഹ് അല്ലാത്ത ഒരാൾക്ക് പോകാനും പാടില്ല, ചോദിക്കാനും പാടില്ല, കുമ്പിടാനും പാടില്ല. അവിടെ തീർന്നു.
അതിന്റെ കൂടെ അള്ളാഹു ചേർത്ത് പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം. അതും നിന്റെ റബ്ബിന്റെ പ്രഖ്യാപനമാണ്, അതും നിന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഒരു കോംപ്രമൈസും ഒരു വിട്ടുവീഴ്ച ആവശ്യത്തിന് കാണിക്കൂല. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ, പ്രയാസപ്പെടുത്തുന്നവർ, കരയിപ്പിക്കുന്നവർ, അവരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, ഒരു വിട്ടുവീഴ്ചയും അവർ റബ്ബിന്റെ ഭാഗത്ത് അവർ പ്രതീക്ഷിക്കേണ്ടതില്ല. റമദാനുകൾ ഒരുപാട് കിട്ടിയാലും, ലൈലത്തുൽ ഖദ്ർ ഒരുപാട് കിട്ടിയാലും, ഖിയാമുൽ ലൈലുകൾ ഒരുപാട് നിസ്കരിച്ച് നിസ്കാര തയമ്പ് വന്നാലും, മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ, അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കിയവൻ, കരയിപ്പിച്ചവൻ, ആ മാതാപിതാക്കളുടെ തൃപ്തിയില്ലാത്തവൻ റബ്ബിന്റെ അടുക്കൽ ഒരു വിലയുമില്ല. റബ്ബ് സ്വീകരിക്കൂല, റബ്ബ് നോക്കൂല. അതാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം. അതെങ്ങനെ? അതും കൂടി റസൂൽ അള്ളാഹു പഠിപ്പിച്ചു. അള്ളാഹു നിങ്ങൾ റസൂലിനെ ബഹുമാനിക്കണം. അതെങ്ങനെ? അള്ളാഹു പറഞ്ഞ പരിശുദ്ധ ഖുർആൻ ഇല്ല, അത് സഹാബാക്കളുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്നു. നിങ്ങൾ സകാത്ത് കൊടുക്കണം, പരിശുദ്ധ ഖുർആൻ. എങ്ങനെ കൊടുക്കണം? ഖുർആനിലുണ്ടാ? ഇല്ല, അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ എങ്ങനെ സകാത്ത് കൊടുക്കേണ്ടത്? അഖ്മിസ്സലാ, നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കണം? ഖുർആനിലില്ല, അത് പഠിപ്പിച്ചത് റസൂലുള്ളാഹി തങ്ങൾ. നിങ്ങൾ നോമ്പെടുക്കണം, എങ്ങനെ നോമ്പെടുക്കണം? ഖുർആനിലില്ല, അത് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തഖറബു സിന, ചെയ്യാൻ പാടില്ല, എങ്ങനെ മാറി നിൽക്കണം? പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് ചെയ്യണം, ഖുർആനിലുണ്ട് എങ്ങനെ ഹജ്ജ് ചെയ്യണമെന്ന്? ഇല്ല, അത് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന പരിശുദ്ധ ഖുർആൻ ഒറ്റ ഒരു കാര്യം അള്ളാഹു വിശദമായി പറഞ്ഞിട്ടുള്ളൂ, അത് ഇതാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളെ നല്ല രൂപത്തിൽ വർത്തിക്കണം, നല്ല സ്നേഹത്തോടെ പെരുമാറണം. അതെങ്ങനെ പെരുമാറണം? അതും കൂടി അള്ളാഹു പറയാണ് ബാക്കിയുള്ള ആയത്തുകൾ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുൽ മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മാതാപിതാക്കൾ കൊണ്ടിട്ട് ദുആ വരെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പഠിപ്പിക്കണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഖുർആനിൽ എല്ലാ കാര്യവും അടങ്ങും. അതിന്റെ കൂട്ടത്തിൽ ഒന്നല്ല പഠിപ്പിക്കുന്നത്, നിന്റെ മാതാപിതാക്കൾ നീ ദുആ ചെയ്യണം. എങ്ങനെ ചെയ്യണം? അതും അള്ളാഹു പറഞ്ഞു, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്നെ ചെറുപ്പത്തിൽ നോക്കിയതുപോലെ റബ്ബെ നീ അവരെ നോക്കണം. അല്ലേ? ചെറുപ്പത്തിൽ നമ്മുടെ ചെറിയ ചെറിയ കുട്ടികൾ ഇപ്പോഴെ വായിൽ മൂത്രയിക്കും, മേത്ത് മൂത്രയിക്കും. ആരെങ്കിലും ചൂടാവും മക്കളോട്, അടിക്കോ? എത്ര കാഷ്ടിച്ചാലും, എത്ര ഛർദിച്ചാലും, എത്ര പ്രയാസപ്പെടുത്തിയാലും ഉമ്മമാരും ഉപ്പമാരും മക്കളെ ചേർത്ത് പിടിക്കും സ്നേഹത്തോടെ. ഉമ്മ വെക്കും. കരഞ്ഞ് പ്രയാസപ്പെടുത്തിയാലും മക്കളോട് ദേഷ്യം പിടിക്കാരെങ്കിലും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. അതേപോലെ റബ്ബെ എന്റെ മാതാപിതാക്കൾ നീ നോക്കണമെന്ന് ദുആ ചെയ്യാൻ അള്ളാഹു പഠിപ്പിച്ചതാണ്. അള്ളാഹു പറയാണ്, നിന്റെ മാതാപിതാക്കൾ നിന്റെ വാർദ്ധക്യ സമയത്ത് നിന്റെ അടുത്തുണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ രൂപത്തിൽ സംസാരിക്കണം, സ്നേഹത്തോടെ, പിരിശത്തോടെ, അവരെ പ്രയാസപ്പെടുത്താതെ. വലാ തൻഹറുഹുമാ, അവരെ ആട്ടി ഓടിക്കാൻ പാടില്ല, മനസ്സിന് വേദന ഉണ്ടാക്കുന്ന രൂപത്തിൽ നോക്കാൻ പോലും പാടില്ല. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. അതായത് അവരെ മനസ്സിൽ എന്റെ മക്കൾ എന്നോട് ദേഷ്യം പിടിച്ചു എന്ന് തോന്നുന്ന രൂപത്തിൽ കണ്ണുകൊണ്ടോ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ ശരീരഭാഷ കൊണ്ടുപോലും അവരെ മനസ്സിനെ നീ വേദനിപ്പിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്ന കാര്യമാണ്, തൗഹീദിന്റെ കൂടെ ചേർത്ത് പറഞ്ഞ കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാനിൽ മാതാപിതാക്കളുടെ ബന്ധങ്ങൾ നന്നാക്കണം. അതില്ലാതെ എത്രയോ റമദാൻ കിട്ടിയിട്ടൊന്നും നമുക്കൊരു കാര്യമില്ല. ആ മാതാപിതാക്കൾ നമ്മൾ തൃപ്തരാണെങ്കിൽ റബ്ബ് നമ്മളിൽ തൃപ്തിപ്പെടും. മാതാപിതാക്കൾ നമ്മുടെ ദേശത്തിനാണെങ്കിൽ എപ്പോഴും റബ്ബിന്റെ കോപവും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊരു കാര്യം നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം. അപ്പൊ ബന്ധങ്ങൾ നന്നാക്കണം. അതേപോലെ അയൽവാസികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന മൻ ലാ യഅ്മനു ജാറുഹു മിൻ ബവാഇഖഹു. അയൽവാസികളുടെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതനാകാത്തവൻ ഓൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണ്. ഞാൻ എൻ്റെ അയൽവാസികൾ നാവ് കൊണ്ടും ശരീരം കൊണ്ടും പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ, ഉപദ്രവിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് കടക്കൂല, അവൻ്റെ അമലുകളൊന്നും സ്വീകരിക്കപ്പെടൂല. ഒരുപാട് റമദാൻ കിട്ടിയാലും അതൊന്നും ഒരു നിലക്കും അവൻ ഉപകാരം ചെയ്യുകയില്ല. അതുകൊണ്ട് ബന്ധങ്ങളെ നന്നാക്കുക. റമദാനിന്റെ ദിനരാത്രങ്ങളെ അതിലൂടെ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗമായി സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ അമലുകളെ കൊണ്ട് ധന്യമാക്കാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ആഫിയത്തോടെ, ആരോഗ്യത്തോടെ റമദാനിനെ വരവേൽക്കാനും
ആ റമദാനിലൂടെ റബ്ബ് വാഗ്ദാനം ചെയ്ത ഓഫറുകൾ നേടിയെടുത്ത് സന്തോഷത്തോടെ റമദാന് വിട പറയുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന മാസമായി ആ റമദാനിൽ അള്ളാഹു മാറ്റുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.